സാന്ത്വനം വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. നമുക്ക് ഇന്നത്തെ റിവ്യൂലോട്ട് കിടക്കാം. അനുവിന് പറ്റിയ ഒരു വലിയ അബദ്ധമാണ് അലോഹിന്റെ ചതിയിൽ വീഴുന്നത്. ഇക്കാര്യം ബാലനും ഗോമതിയും അറിയുന്നതോടുകൂടി എത്രയും പെട്ടെന്ന് അനുവിന് വിവാഹം നടത്താം എന്ന് തീരുമാനിക്കാം. അങ്ങനെ അതിന്റെ ഒരുക്കങ്ങളെല്ലാം നടക്കുന്നു. അതിനിടയിലാണ് അലോഹ് വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത്. അലോഹ് സ്നേഹം നടിച്ച് കുറച്ചു നാള് അനുവിന്റെ പുറകെ നടന്ന സമയത്ത് ഫോട്ടോസ് എല്ലാം എടുത്തിരുന്നു. അതെല്ലാം എഡിറ്റ് ചെയ്ത് രണ്ടുപേരും തമ്മില് അതിരുവിട്ട ബന്ധമുണ്ടെന്ന് കാണിക്കുന്ന രീതിയിലാണ് ഫോട്ടോ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് കാണിച്ചു കൊടുത്ത് കല്യാണ തലേ ദിവസം അനുവിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഈ ഫോട്ടോ നാളെ എല്ലാവരും കാണുമെന്നൊക്കെ പറഞ്ഞ് അനുവിനെ ഭീഷണിപ്പെടുത്തുമ്പോ ആ ഭീഷണിയില് അനു വീഴുവാണ്. നീ എന്തായാലും എന്നെ വന്ന് കാണണം, എന്നിട്ട് എൻ്റെ അടുത്ത് മാപ്പ് പറയണം എന്നുള്ള വാശിയിലാണ് അലോഹ്. അങ്ങനെ അനു പേടിച്ച് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി അലോഹിനെ കാണാനായിട്ട് എല്ലാവരും ഉറങ്ങിയതിന് ശേഷം അനു ഇറങ്ങുകയാണ്. എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് അലോഹിനെ കാണാനായിട്ട് അനു പോകുന്നു. അലോഹ് ആണെങ്കിലോ അതിലും വലിയൊരു ചതി ഒരുക്കിയിട്ടാണ് കാത്തു നിൽക്കുന്നത്. അലോഹിനെ കാണുന്നതും അനു മാപ്പ് ചോദിക്കുന്നുണ്ട്. ഇനി ഞാൻ വീട്ടിലോട്ട് പോവട്ടെ എന്നും പറയുന്നു. നീ എങ്ങോട്ട് പോവാനാ? ഇതാണോ മാപ്പ്? നല്ല രീതിക്കൊന്ന് മാപ്പ് പറ എന്നൊക്കെ പറഞ്ഞ് അനുവിനെ വീണ്ടും വീണ്ടും ഇറിറ്റേറ്റ് ചെയ്യാണ്. എന്നാ അനു പറയുന്നുണ്ട്, ഞാൻ എന്തിനാ തന്നോട് ഇത്രയും രീതിയിൽ മാപ്പ് പറയുന്നേ? താനല്ലേ എന്നെ ചതിച്ചത്, എന്നെ പ്രേമിച്ച് വഞ്ചിച്ചത് താനല്ലേ എന്നൊക്കെ അനു തിരിച്ചും ചോദിക്കുന്നു. അപ്പോഴാണ് അലോഹ് കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇതൊരു ട്രാപ്പാണെന്ന്. അനുവാണെങ്കിൽ എത്രയും വേഗം ഞാൻ അവിടെ ഇല്ലാന്ന് അറിയുന്നതിന് മുൻപേ വീട്ടിലോട്ട് ചെല്ലണമെന്ന് പറയുന്നു. നീ എങ്ങോട്ടാടി ഇത്രയും ധൃതിയിൽ പോകുന്നത്? നിന്നെ ഞാൻ ഇവിടുന്ന് വിടാൻ പോകുന്നില്ല. നീ എന്റെ കെണിയിൽ വന്ന് വീണതാ. ഇനി എന്തായാലും കല്യാണം മുടക്കിയിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്നൊക്കെ അലോഹ് പറയുമ്പോ അനു അവിടെ നിന്ന് ഓടുന്നുണ്ട്. അങ്ങനെ കൂടെ കുറച്ച് കൂട്ടാളികളും ഉണ്ടായിരിക്കും അലോഹിന്. എല്ലാവരും ചേർന്ന് അനുവിനെ ഫലമായിട്ട് പിടിച്ചൊതുക്കി കൊണ്ടുപോകുന്നുണ്ട്. അന്ന് രാത്രി മൊത്തം അനുവിനെ കെട്ടിയിട്ടിരിക്കുകയായിരിക്കും. പിറ്റേ ദിവസം രാവിലെയാണ് അനു വീട്ടിലില്ല എന്ന് വീട്ടിലെല്ലാവരും അറിയുന്നത്. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ എല്ലാവരും വലിയ ടെൻഷനിലായിരിക്കും. ഗോമതിയും പൊട്ടിക്കരയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ചെറുക്കന്റെ വീട്ടുകാര് പെണ്ണിനെ കൊണ്ടുപോകാനായിട്ട് വീട്ടിലോട്ട് വരുന്നത്. അവരുടെ നാട്ടിൽ അങ്ങനെ ഒരു ചടങ്ങുണ്ടെന്നാണ് പറയുന്നത്. ചെറുക്കനും കൂട്ടരും വരുമ്പോ പെണ്ണ് വീട്ടിലില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവുമല്ലോ. കല്യാണത്തിനാണെങ്കിലോ ബന്ധുക്കളെല്ലാം വന്നു തുടങ്ങുന്നുണ്ട്. പെൺകുട്ടിയെ കാണാനില്ല എന്നുള്ള കാര്യം അവരെല്ലാം അറിയുന്നു. അലോഹുമായിട്ട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെന്ന് എല്ലാവരും അറിയുവാണ്. അപ്പോഴാണ് ചെറുക്കന്റെ വീട്ടുകാരും വരുന്നത്. പെൺകുട്ടിയെ ചോദിക്കുന്ന സമയത്ത് ബാലനും ഗോമതിയും ഒന്നും മിണ്ടാതെ നിൽക്കാം. അവിടെ കൂടെ ഇരിക്കുന്ന ഒരു ബന്ധു പറയുന്നുണ്ട്, നിങ്ങളെന്തിനാ മിണ്ടാതിരിക്കുന്നേ? പെണ്ണിനെ കാണാത്ത കാര്യം ഇവരോട് പറ, എന്തിനാ ഇവരെ പറ്റിക്കുന്നേ എന്ന് പറയുമ്പോ ചെറുക്കന്റെ അമ്മ ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്താ ബാല, പെണ്ണിനെ കാണാനില്ല എന്നോ? അനു എവിടെ? അയാൾക്കൊന്നും അറിയില്ല. ഈ വീട്ടിൽ ആർക്കും അറിയില്ല അവൾ എങ്ങോട്ടാ പോയെന്ന്. ആരുടെയെങ്കിലും കൂടെ പോയി കാണും. ഇത് കേട്ട് ചെറുക്കന്റെ അമ്മയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ദേഷ്യത്തോടു കൂടി ബാലിന് നേരെ ചെല്ലുന്നുണ്ട്. പറ ബാല, അനു എവിടെ? അങ്ങനെ ചോദിച്ചു നിൽക്കുക. അപ്പോഴായിരിക്കും ഒരു കാറ് വന്ന് നിൽക്കുന്നത്. അതിൽ നിന്ന് അലോഹ് ഇറങ്ങുന്നുണ്ട്. അലോഹിനെ കാണുന്നതും ദേഷ്യത്തോടു കൂടി ആകാശും ആര്യനും ആനന്ദം ചെല്ലുന്നുണ്ട്. അങ്ങനെ കുത്തിനെ പിടിച്ച് ചോദിക്കുന്നുണ്ട്, എവിടെയാടാ എന്റെ അനിയത്തി എന്ന്. അലോഹ് പറയുന്നു, ഞാൻ പറയാം, നിങ്ങളെന്നെ വിട്. എന്നെങ്ങനെ പിടിച്ചാല് ഞാൻ എങ്ങനെയാ കാര്യങ്ങളെല്ലാം പറയാം. പറയടാ, എന്റെ അനിയത്തി എവിടെ? സത്യം പറയടാ. നിങ്ങളുടെ അനിയത്തിയുടെ കാര്യല്ലേ, അത് ഞാൻ പറയാം. അവൾ ഇന്നലെ എന്റെ കൂടെ ഇറങ്ങി വന്നു. അവൾക്കാണെങ്കില് ഞാനില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നാ പറയുന്നേ. ഒരുപാട് തവണ ഞാൻ അവളോട് പറഞ്ഞു, അതൊന്നും വേണ്ട, നീ തീരുമാനിച്ച കല്യാണത്തിൽ തന്നെ നിൽക്ക്. അവനെ കല്യാണം കഴിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കെന്ന്. അവൾക്കാണെങ്കില് അതൊന്നും പറ്റില്ല. അവൾക്ക് ഇഷ്ടപ്പെടാത്ത കല്യാണ ഇവരെ നടത്തുന്നേ. അപ്പൊ പിന്നെ എങ്ങനെയാ അവൾ ഇവിടെ നിക്ക? അവൾ എന്റെ കൂടെ പോന്നു. എന്നാ ചെറുക്കന്റെ അമ്മ ചോദിക്കുന്നുണ്ട്, ബാല, അവൾക്ക് ഇഷ്ടമല്ലാന്നോ? അവളുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയല്ലേ ഈ കല്യാണം ഉറപ്പിച്ചത്. ബാലനാണെങ്കിലോ ഒന്നും പറയുന്നുണ്ടായിരിക്കില്ല. എന്താ പറയാ, മകള് ചെയ്ത തെറ്റിന് എന്തായാലും ബാലന് മറുപടി ഒന്നും കൊടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അപ്പോഴാണ് അലോഹ് പറയുന്നത്, അവള് ഇന്നലെ രാത്രി മുഴുവൻ എന്റെ കൂടെയായിരുന്നു. ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അവള് കാറിലിരിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്നതും എല്ലാവരുടെയും ചങ്ക് പെടയുന്നുണ്ടായിരിക്കും. ആര്യനാണെങ്കില് ഇത് കേട്ടിട്ട് പറയുന്നുണ്ട്, നീ എന്തൊക്കെയാടാ പറയുന്നേ?
എന്റെ അനിയത്തി നിന്റെ കൂടെ ഇറങ്ങി വന്നെന്നോ? അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. സത്യം പറയടാ, നീ അവളെ തട്ടിക്കൊണ്ട് പോയതല്ലേ? ഞാനെന്തിനാ കള്ളം പറയുന്നേ? നിങ്ങൾ വേണമെങ്കില് നിങ്ങളുടെ അനിയത്തിയോട് തന്നെ ചോദിക്ക്. അവൾ എന്റെ കൂടെ ഇറങ്ങി വന്നതാ. എന്തായാലും ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ കല്യാണം വേഗം നടത്താൻ നോക്ക്. അലോഹിന്റെ ലക്ഷ്യം അനുവിനെ കല്യാണം കഴിക്കുക എന്നുള്ളതല്ല, കല്യാണം മുടക്കുക. ബാലനെയും കുടുംബത്തെയും എല്ലാവരുടെ മുൻപിലും വെച്ച് നാണം കെടുത്ത മിത്ര ആര്യന്റെ കൂടെ ഇറങ്ങിപ്പോയ സമയത്ത് അവർക്കുണ്ടായ നാണക്കേട് അത് അതേപടി ഇവർക്കും ഉണ്ടാവണം എന്നുള്ള വാശിയായിരിക്കും അലോഹിന്. അല്ലാതെ അനുവിനെ കല്യാണം കഴിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കാനൊന്നുമല്ല അലോഹ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അനു കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ആകെ കരഞ്ഞു തളർന്നാണ് അനു ഇറങ്ങുന്നത്. അച്ഛനെയും അമ്മയെയും കാണുമ്പോൾ അനുവിന് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അനുവിനെ കാണുന്നതും ഗോമതി വന്ന് അനുവിന് 4 കൊടുക്കുന്നുണ്ട്. നീ എന്ത് പണിയടി കാണിച്ചത് എന്നൊക്കെ ചോദിച്ച്. അമ്മ എന്നെ തല്ലല്ലേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ കഴുത്തി കിടക്കുന്ന താലി എടുത്ത് എല്ലാവർക്കും മുൻപിലും കാണിക്കുന്നുണ്ട്. അത് വല്ലാത്തൊരു ട്വിസ്റ്റ് ആയിരിക്കും. കാരണം അത് അലോഹ് കെട്ടിയതല്ല. അലോഹാണെങ്കിൽ അനുവിന്റെ മുഖത്തോട്ട് നോക്കുന്നില്ല. ഞാനെന്തോ വലിയ സംഭവം ചെയ്ത് എല്ലാവർക്കും മുൻപിലും ജയിച്ചു നിൽക്കാന്നുള്ള മട്ടിലാണ് അലോഹ് നിൽക്കുന്നത്. പെട്ടെന്നായിരിക്കും താലി കണ്ട് എല്ലാവരും ഷോക്കായി നിൽക്കുന്നത് കാണുമ്പോൾ അലോഹ് ശ്രദ്ധിക്കുന്നത്. അനുവിന്റെ കഴുത്തില് താൻ കെട്ടിയ താലിയാണെന്നും പറഞ്ഞാണ് അനു എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നത്. ഇത് കണ്ട് അലോഹ് ഒന്ന് ഞെട്ടുന്നുണ്ട്. ഇത് ഞാൻ കെട്ടിയ താലി? അതെ, ഇത് അലോഹ് കെട്ടിയ താലിയാ. എന്റെ കഴുത്തില് അലോഹ് താലി കെട്ടി. ഞങ്ങളുടെ കല്യാണം ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ. ഇനി എന്തായാലും എനിക്ക് മറ്റൊരാളെ കൂടെ ജീവിക്കാൻ പറ്റില്ല. അലോഹിനെ ഞാൻ അത്രയും സ്നേഹിച്ചു. ഇനിയുള്ള കാലം അവന്റെ കൂടെ ഞാൻ ജീവിക്കൂ. അച്ഛാ, എന്നോട് ക്ഷമിക്ക് എന്നും പറഞ്ഞ് ബാലന്റെ അരികിലോട്ട് പോവാം. എന്നാ ആ സമയത്ത് ഗോമതി 4 കൊടുക്കുന്നുണ്ട്. നിനക്ക് നാണം ഉണ്ടോടി ഇതൊക്കെ ചെയ്തു വെച്ചിട്ട് ഞങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാനായിട്ട്? എന്ത് തെറ്റടി ഞങ്ങൾ രണ്ടുപേരും നിന്നോട് ചെയ്തത്? നിന്റെ ഭാവി നല്ല രീതിക്ക് പോണെന്ന് കരുതിയിട്ട് ഈ കല്യാണം ഉറപ്പിച്ചതാണോ ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്? ഇവനെ നിനക്ക് കിട്ടിയുള്ളോ? നീ എന്താടി ചെയ്തു വെച്ചിരിക്കുന്നേ എന്നൊക്കെ ഗോമതി ചോദിക്കുന്നു. അമ്മേ, എന്നോട് ക്ഷമിക്ക്. അപ്പോ നിങ്ങൾ എല്ലാവരും ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണ് എന്റെ മോന്റെ തലയില് ഇവളെ കെട്ടിവെക്കാൻ നോക്കിയത് അല്ലേ? അയ്യോ, അങ്ങനെയൊന്നും പറയില്ലേ ചേച്ചി. അതൊന്നുമല്ല, എനിക്കെല്ലാം മനസ്സിലായി. അപ്പോഴേ ഇവന്റെ അച്ഛൻ പറഞ്ഞതാ ഈ ബന്ധം വേണ്ട എന്ന്. കാരണം ഒരു തവണ നിങ്ങളുടെ മകളെ ചോദിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ആ സമയത്ത് മോളെ കല്യാണം കഴിച്ചു കൊടുക്കില്ല, അവളെ പഠിപ്പിച്ച് ഒരു ജോലിയാക്കിയിട്ട് കല്യാണം കഴിച്ചു കൊടുക്കൂ എന്നൊക്കെയാ ഈ ബാലൻ പറഞ്ഞത്. എന്നിട്ട് പിറ്റേ ദിവസം തന്നെ ഇവൻ എന്റെ വീട്ടിലോട്ട് വന്ന് കല്യാണത്തിന് സമ്മതാണെന്നും പറഞ്ഞു. അപ്പോഴും ഞാൻ ഇതൊന്നും ആലോചിച്ചില്ല. ഇങ്ങനൊരു ചതി ഇതിനിടയിൽ ഉണ്ടാവുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. നാണമുണ്ടോ നിങ്ങൾക്ക് എന്നൊക്കെ ചെറുക്കൻ്റെ അമ്മ ചോദിക്കുന്നു. വാടാ, ഇനി എന്തിനാടാ ഇവിടെ നിൽക്കുന്നേ എന്നും പറഞ്ഞ് ചെറുക്കനെ വിളിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. ബാലനാണെങ്കിൽ ഇതൊന്നും സഹിക്കാൻ പോലും പറ്റുന്നുണ്ടായിരിക്കില്ല. ബാലൻ തല താഴ്ത്തിക്കൊണ്ട് കരഞ്ഞു നിൽക്കുവാണ്. എന്നാ അലോഹിന് ഇത് വല്ലാത്തൊരു ഷോക്ക് തന്നെയാണ്. താൻ കെട്ടിയ താലിയല്ല അത്. ഇവൾ എന്തിനാ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നേ എന്നായിരിക്കും അലോഹ് ചിന്തിക്കുന്നത്. ഈ സമയത്ത് അലോഹിന്റെ മുഖത്തോട്ട് അനു നോക്കുന്നുണ്ട്. ഇതെങ്ങനെയാ ഈ താലി കഴുത്തിൽ വന്നേ എന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ് അനു. വണ്ടിയിൽ വരുന്ന വഴിക്ക് അലോഹ് വളരെ സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട്. ഇന്ന് നിന്റെ അച്ഛനും അമ്മയ്ക്കും ഇത് വല്ലാത്തൊരു ഷോക്കായിരിക്കും എടി. നിന്റെ കല്യാണം ഇന്ന് മുടങ്ങാൻ പോവല്ലേ? ആ ഷോക്കിൽ ചിലപ്പോ നിന്റെ അച്ഛൻ അപ്പൊ തന്നെ തീർന്നത് വരും. അതിനിടയില് പോക്കറ്റിലിരിക്കുന്ന താലി എടുത്ത് അലോഹ് സീറ്റിൽ വെക്കുന്നുണ്ട്. അങ്ങനെ അലോഹ് പറയുന്നുണ്ട്, ഈ താലി നിന്റെ കഴുത്ത് കെട്ടാനായിരുന്നു എന്റെ ആദ്യത്തെ പ്ലാൻ. പക്ഷേ ഞാനെന്തിനാ നിന്റെ കഴുത്ത് കെട്ടുന്നേ? എന്റെ വല്യച്ഛനെ എനിക്കൊരു കോടീശ്വരി പെൺകുട്ടിയെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നിന്നെയൊക്കെ കല്യാണം കഴിച്ചാലേ എനിക്ക് എന്ത് കിട്ടാനാ? എനിക്ക് നിന്നോട് യാതൊരുവിധ സ്നേഹവുമില്ല. അതുകൊണ്ട് നീ നിന്റെ കാര്യം നോക്കിയിട്ട് ഇനി ജീവിക്കാൻ നോക്ക്. ഇങ്ങനൊരു കാര്യം ചെയ്തപ്പോ തന്നെ എനിക്ക് വല്ലാത്ത സന്തോഷം. ഇനിയിപ്പോ അവിടെ ചെന്ന് എനിക്ക് കുറച്ച് പറയാനുണ്ട് എന്നൊക്കെ അലോഹ് പറയുമ്പോ പൊട്ടിക്കരഞ്ഞിട്ടാണ് അനു ഇരിക്കുന്നത്. അങ്ങനെ അവിടെ വണ്ടി നിർത്തി അലോഹ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അനു കേൾക്കുന്നുണ്ടായിരിക്കും. ആകെ സഹിക്കാനാവാതെയാണ് അനു കാറിലിരിക്കുന്നത്. ഇത്രയും മോശമായിട്ട് തന്നെ കുറിച്ച് പറഞ്ഞിട്ട് ഇനി അച്ഛൻ്റെയും അമ്മയുടെയും ഏട്ടന്മാരുടെയും മുഖത്ത് എങ്ങനെ നോക്കാനാ എന്നൊക്കെ ആലോചിച്ച് അനു വല്ലാത്ത സങ്കടത്തിലായിരിക്കും. അപ്പോഴാണ് സീറ്റിലിരിക്കുന്ന താലി കാണുന്നത്. അങ്ങനെ അനുവാ താലി എടുത്ത് കഴുത്തിൽ കെട്ടുവാണ്. അലോഹ് കെട്ടിയ താലിയാണെന്ന് എല്ലാവരും വിശ്വസിക്കുകയും ചെയ്യും. കുറച്ചു നാളാണെങ്കിലും അനുവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് വിശ്വസിപ്പിച്ചതാണ് അലോഹ്. ഇങ്ങനൊരുത്തൻ എന്തായാലും
ഇനി മറ്റൊരു പെൺകുട്ടിയെ ചതിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് അനു ആ താലി എടുത്ത് കഴുത്ത് കെട്ടി പുറത്തിറങ്ങുന്നത്, എല്ലാവർക്കും മുൻപിലും താലി കാണിച്ചു കൊടുക്കുന്നതും. ഇതിനിടയിൽ അലോഹിന്റെ അടുത്ത് ആര്യനും ഒക്കെ ചോദിക്കുന്നുണ്ട് ഏത് അമ്പലത്തിൽ വെച്ചാ കല്യാണം കഴിച്ചേന്ന്. അനു ആണെങ്കിൽ ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ വെച്ചാണെന്നും പറയുന്നു. നിന്നോട് ഞങ്ങൾ എല്ലാവരും സമ്മതം ചോദിച്ചിട്ടല്ലേ ഈ കല്യാണം ഉറപ്പിച്ചത്? നീയും പറഞ്ഞില്ലേ അച്ഛനും അമ്മയും എന്ത് തീരുമാനിക്കുന്നു അതേ ചെയ്യുമെന്ന്. എന്നിട്ട് നീ എന്തിനാ ഇങ്ങനൊരു കാര്യം ചെയ്തത്? എനിക്ക് അലോഹില്ലാതെ പറ്റില്ല. ഞാൻ അവനെ സ്നേഹിച്ചു പോയി. നിങ്ങളെ മുൻപിൽ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ടാ തലേന്ന് ഞാൻ ഇവന്റെ കൂടെ ഇറങ്ങിപ്പോയത്. നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. നിന്നോട് ക്ഷമിക്കാനോ? ഒരിക്കലും നിന്നോട് ക്ഷമിക്കില്ലടി എന്ന് ഗോമതി പറയുന്നുണ്ട്. അതിനിടയിൽ ഗോമതിയുടെ അമ്മ വന്ന് പറയുന്നു, നീ മിണ്ടാതിരിക്കുക. എന്തായാലും അവര് തമ്മില് പ്രണയിച്ചു, കല്യാണവും കഴിച്ചു. ഇനിയിപ്പോൾ എന്തിനാ ഒരു പ്രശ്നം? നീ ഇവളെ കൂട്ടി വീട്ടിലോട്ട് കയറാൻ നോക്ക് എന്ന് മുത്തശ്ശി പറയുന്നു. അലോഹിന് അതിനൊന്നും ഒരു താല്പര്യം ഉണ്ടായിരിക്കില്ല. നന്ദിതയോട് പറയുന്നുണ്ട്, നീ വേഗം വിളക്കെടുത്തിട്ട് വാ, ഇവരെ വീട്ടിലോട്ട് കയറ്റണമെന്ന്. മുത്തശ്ശി, ഞാൻ മാത്രം വന്നാ പോരല്ലോ, ഇവനും വരണ്ടേ? അങ്ങനെ അലോഹിന്റെ കൈ അങ്ങ് മുറുക്ക പിടിക്കുന്നുണ്ട്. അലോഹാണെങ്കിൽ ഇങ്ങനൊരു തിരിച്ചടി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല. അലോഹിന്റെ കൈയും പിടിച്ച് വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട്. രാജശ്രീ അങ്ങനെ വിളക്ക് കൊടുത്ത് അനുവിനെ ഉള്ളിലോട്ട് കയറ്റുന്നുണ്ട്. ഇത് കണ്ട് സഹിക്കാനാവാതെയാണ് ഗോമതിയും ബാലനും വീട്ടുകാരും നിൽക്കുന്നത്. തന്റെ മോള് തന്നോട് ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് ഒരിക്കലും ബാലൻ കരുതി കാണില്ല. അങ്ങനെ ഉള്ളിലോട്ട് കയറുന്നു. അവിടെ ചെന്ന് അച്യുതൻ അലോഹിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എടാ, ഞാൻ നിന്നോട് പറഞ്ഞു തന്ന പ്ലാൻ തന്നെയാ നീ ചെയ്തത്. പക്ഷേ ഇങ്ങനെ നീ ഇവളെ തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിക്കുമെന്ന് മുന്നേ പറയണ്ടേ? അച്ഛാ, അത് പിന്നെ സംഭവം അങ്ങനെയൊന്നും അല്ല. നീ ഇനി ഒന്നും പറയണ്ട. അപ്പോഴേക്കും ആനന്ദം വരുന്നുണ്ടായിരിക്കും. ഏട്ടനെ കാണുമ്പോൾ തന്നെ അച്യുതൻ പറയുന്നുണ്ട്, ഏട്ടാ, അവനൊരു തെറ്റു പറ്റിയതാ. അവര് തമ്മിൽ ഇഷ്ടത്തിലാണല്ലോ, അതുകൊണ്ടാ അവൻ ഇങ്ങനൊരു തീരുമാനം എടുത്ത്. എന്തായാലും ഇത്രയും നാളും ഇവൻ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. ഇതെന്തായാലും നന്നായി. അവൻ എന്തായാലും അനുഭവിക്കണം എന്താണ് ഒരു പെൺകുട്ടി ഇങ്ങനെ ഇറങ്ങിപ്പോയാലുള്ള വേദനയെന്ന്. ഇക്കാര്യത്തില് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയാ എന്ന് ആനന്ദം പറയുന്നത് കേൾക്കുമ്പോൾ അച്യുതന് വല്ലാത്ത സന്തോഷാവുന്നുണ്ട്. ആനന്ദൻ അങ്ങ് പോകുന്നു. അച്യുതൻ അലോഹിന്റെ അടുത്ത് പറയുന്നുണ്ട്, കണ്ടോ, ഏട്ടൻ വരെ നിനക്ക് സപ്പോർട്ടാ. അതുകൊണ്ട് നീ ഇനി പേടിക്കണ്ട. ബാക്കി കാര്യങ്ങളൊക്കെ ഇനി ഞങ്ങൾ രണ്ടുപേരും നോക്കിക്കോളാം. എന്നാ റൂമിലിരുന്ന് അനുവിന്റെ അടുത്ത് നന്ദിതയും മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇങ്ങനൊരു കാര്യം ചെയ്തേ? നീയല്ലേ പറഞ്ഞത് നിനക്ക് അലോഹിന് ഇഷ്ടമല്ല എന്ന്, ഒരിക്കലും അവന്റെ കൂടെ ജീവിക്കില്ല എന്ന്. എന്നിട്ടില്ലേ ബാലനും ഗോമതിയും നിന്റെ കല്യാണം തീരുമാനിച്ചേ? എന്നിട്ട് നീ എന്തിനാ അവന്റെ കൂടെ ഇറങ്ങി വന്നത്? അവർക്ക് എത്രമാത്രം മോശമായിരിക്കും, എത്ര സങ്കടപ്പെട്ട് കാണും. നീ കണ്ടതല്ലേ മിത്രയുടെയും ആര്യന്റെയും കല്യാണം കഴിഞ്ഞ സമയത്ത് അവരനുഭവിച്ച വേദന. അതൊക്കെ കണ്ടിട്ട് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? അനു അതിനൊന്നും ഒരു മറുപടിയും കൊടുക്കുന്നുണ്ടായിരിക്കില്ല. ധർമ്മന്റെ ഭാര്യ ചോദിക്കുന്നുണ്ട്, നീ ഇന്നലെ രാത്രി മൊത്തം എന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? എപ്പോഴാണ് നീ അവിടുന്ന് പോയത്? ദേഷ്യത്തോടു കൂടി അനു നോക്കുന്നുണ്ട്. പറ, നീ എന്തിനാ ഇങ്ങനൊരു തീരുമാനം എടുത്തേ എന്നൊക്കെ ചോദിക്കുക. അപ്പോഴായിരിക്കും അലോഹ റൂമിലോട്ട് കയറി വരുന്നത്. നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദ്യം ചോദിച്ചാലോ? ഇതൊക്കെ അലോഹിന്റെ അടുത്ത് ചോദിക്ക്, അവൻ മറുപടി പറയും. അലോഹു പറയുന്നുണ്ട്, ഞാൻ എന്ത് മറുപടി തരാനാ? നീ മറുപടി കൊടുക്ക്. പറ, നീ എന്തിനാ ഇങ്ങനൊരു തീരുമാനം എടുത്തേ? എനിക്കത് അറിഞ്ഞേ പറ്റൂ. കാരണം നീ ഇവന്റെ കൂടെ ജീവിക്കില്ല എന്ന് പറഞ്ഞതാ. വീട്ടില് തീരുമാനിക്കുന്ന രീതിയിൽ നിന്റെ കല്യാണം നടത്തായെന്നും നീ സമ്മതിച്ചതാ. എന്നിട്ട് നീ എന്തിനാ ഇങ്ങനൊരു കാര്യം ചെയ്തതെന്ന് എനിക്കറിഞ്ഞേ പറ്റൂവെന്ന് അവിടെയും ഇവിടെയും നിന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അങ്ങനെ അനു പറയുന്നുണ്ട്, ഇതെല്ലാം പറഞ്ഞു തന്നത് എനിക്ക് അലോഹു തന്നെയാ. വീട്ടിലെല്ലാവരുടെയും കൂടെ തന്നെ നീ നിൽക്കണം. എല്ലാവരോടും കല്യാണത്തിന് സമ്മതാണെന്നും പറയണം. എന്നാലേ നമ്മുടെ പ്ലാൻ നടക്കൂ എന്ന് അലോഹ എൻ്റെ അടുത്ത് പറഞ്ഞത്. കല്യാണത്തിന് തലേ ദിവസം വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് നല്ലൊരവസരാ, ഇന്ന് രാത്രി നീ എൻ്റെ കൂടെ ഇറങ്ങി വരാനായിട്ട്. അത് പറഞ്ഞ കാരണാ ഞാൻ അലോഹിൻ്റെ കൂടെ പോയത്. എനിക്കെന്തായാലും അലോഹ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അവനും അങ്ങനെ തന്നെയാ, ഞാനില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ കേട്ട് അലോഹ് ഞെട്ടി നിൽക്കുന്നുണ്ട്. എന്തായാലും നടന്നതെല്ലാം നടന്നു. ഇനിയിപ്പോ ഇതിന്റെ പേരില് അനുവിനെ വഴക്ക് പറയാനൊന്നും നിൽക്കണ്ട. അവരെ പ്രണയിച്ചു, അവരൊന്നിച്ച് ജീവിക്കട്ടെ എന്ന് മുത്തശ്ശി പറയുന്നു. സുകന്യ ചോദിക്കുന്നുണ്ട്, എന്തായാലും ഇവിടെ കല്യാണം കഴിഞ്ഞു, ഇവളെ റൂമിലോട്ട് വിടണ്ടേ? അങ്ങനെ റൂമിലോട്ട് കൊണ്ടുവിടാനായിട്ട് സുകന്യ പോകുന്നുണ്ട്. സുകന്യ ആ സമയത്ത് അനുവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അലോഹ ഉണ്ടായിരിക്കും,
നിങ്ങളുടെ എല്ലാ കാര്യത്തിനും ഞാൻ കൂട്ടു നിന്നിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പോകുന്ന കാര്യം എന്താ എൻ്റെ അടുത്ത് പറയാതിരുന്നേ? എല്ലാം അങ്ങ് അമ്മായിയുടെ അടുത്ത് പറയാൻ പറ്റുമോ? ഞങ്ങൾക്കുമില്ലേ പേഴ്സണൽ കാര്യങ്ങളൊക്കെ. അല്ല അലോഹേ? അങ്ങനെ അലോഹ് ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. നല്ല ക്ഷീണം, ഞാനൊന്ന് പോയി കിടക്കട്ടെ എന്നും പറഞ്ഞ് അനു റൂമിലോട്ട് പോകുന്നുണ്ട്. കൂടെ അലോഹും പോകുന്നു. അലോഹ് ദേഷ്യത്തിലായിരിക്കും. റൂം അടയ്ക്കുന്നുണ്ട്. എന്നിട്ട് അനുവിൻ്റെ അടുത്ത് ചോദിക്കുന്നു, നീ എന്ത് കണ്ടിട്ടാ ഇതൊക്കെ ചെയ്യുന്നേ? ഞാൻ കിട്ടിയ താലിയാണോ നിന്റെ കഴുത്തിൽ കിടക്കുന്നത്? അതോ നീ കാണിച്ചു കൊടുത്ത ഫോട്ടോ നമ്മൾ ഒരുമിച്ച് എടുത്തതാണോ? നിന്റെ ഫോണിൽ നിന്നാ ഞാൻ കാണിച്ചു കൊടുത്തത്. അപ്പൊ പിന്നെ നമ്മൾ ഒരുമിച്ചെടുത്ത ഫോട്ടോ അല്ലേ അത്? നീ തന്നെയല്ലേ അങ്ങനെ ഒരു കാര്യം ചെയ്തത്? എന്റെയും നിന്റെയും ഫോട്ടോ വെച്ച് ഇതുപോലൊരു ചീപ്പ് കാര്യം ചെയ്തത് നീ തന്നെയല്ലേ? എടി, മര്യാദയ്ക്ക് നീ ഇവിടുന്ന് ഇറങ്ങിക്കോ. ഇന്നലെയോ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. നീ എന്നെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നില്ലേ? ഇന്നെങ്കിലും എനിക്ക് മനസമാധാനത്തോടു കൂടി ഒന്ന് ഉറങ്ങണം. 2 കട്ടിലും കൂട്ടിയിട്ടിരിക്കുകയായിരിക്കും. രണ്ടും സെപ്പറേറ്റ് ആക്കി ഇടുന്നുണ്ട്. എന്നാ ഈ സമയത്ത് അനുവിനെ തല്ലാനായിട്ട് അലോഹ് വരുന്നുണ്ട്. എടാ, നീ എന്റെ മേല് തൊട്ടാലുണ്ടല്ലോ, കത്തി ചൂണ്ടിക്കൊണ്ട് അനു പറയുന്നുണ്ട്. എന്റെ മേല് അധികാരം സ്ഥാപിക്കാനോ എന്റെ മേലൊന്ന് തൊടാനോ നോക്കിയാല് ഈ അനു ആരാണെന്ന് നീ അറിയും. എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുക. നിന്നെ കൊന്ന് ജയിലിൽ പോവാനും എനിക്കൊരു മടിയുണ്ടായിരിക്കില്ല, മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് അനു ദേഷ്യപ്പെടുന്നു. അതോടുകൂടി അലോഹൊന്ന് പേടിക്കുന്നുണ്ട്. ഇവളെന്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് എന്റെ ജീവിതത്തിലോട്ട് വന്നതാണെന്ന് അലോഹിന് മനസ്സിലാവുന്നു. ഇതൊന്നും ബാധകമാവാതെ അനു അവിടെ കിടന്ന് ഉറങ്ങുവാണ്. നാളത്തെ എപ്പിസോഡില് ബാക്കി റിവ്യൂ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നാളെ വീണ്ടും കാണാം. ബൈ.